UAE-യിൽ മാധ്യമപ്രവർത്തകനായിരുന്ന മുനവർ വളാഞ്ചേരിയുടെ പകൽ കിനാവുകൾ എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. ലേബർ ക്യാമ്പിലും തോട്ടങ്ങളിലും ജയിലിലും കഴിയുന്ന അറിയപ്പെടാതെ പോയ പ്രവാസികളുടെ കഥകളാണ് ഈ പുസ്തകം. പേര് മുനവർ വളാഞ്ചേരി. എൻ്റെ 8ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഷാർജ ബുക്കുകൾ വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കഥാസമാഹാരങ്ങളാണ്. ആദ്യമായിട്ടാണ് മാതൃഭൂമി എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ചുള്ള വലിയൊരു അംഗീകാരമാണ്. UAE-ത്തെ ലേബർ ക്യാമ്പുകൾ, ജയിലുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ, അതുപോലെ വളരെയധികം ഉള്ളോട്ട് പോയിട്ടുള്ള തോട്ടങ്ങൾ, ഇവിടെയൊക്കെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കണ്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിലുള്ള താമസം, നല്ല വലിയ റോഡ്, ഒരുപാട് വലിയ കെട്ടിടങ്ങൾ, അങ്ങനെയൊക്കെയാണ്. കാരണം പ്രവാസി നാട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണ്, വലിയ സന്തോഷത്തിനും വലിയ പെട്ടിയിലും പെർഫ്യൂമും ഒക്കെ ഉപയോഗിച്ചുള്ള പോവുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഉള്ളറകളിൽ, ഇവിടുത്തെ ജയിലുകളിൽ, ഇവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരൊക്കെ ചില ആളുകളൊക്കെ 3 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ പോലെ. അപ്പോൾ അവർ എന്നാണോ നാട്ടിൽ നിന്ന് വന്ന് അന്ന് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങും. എന്നിട്ട് അവരെ ലേബർ ക്യാമ്പൊക്കെ പോകും, അല്ലെങ്കിൽ അവരുടെ തോട്ടത്തേക്ക് പോകും. പിന്നെ തിരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ടൗൺ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മറ്റുള്ള ആൾക്കാരുടെ ഒരുപാട് ജീവിതങ്ങളാണ് എൻ്റെ ഈ പകൽ കിനാവുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത്.